കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ നങ്കൂരമിട്ട ഫൈബർ വള്ളങ്ങൾ ഒഴുകിപ്പോയി. മത്സ്യത്തൊഴിലാളികളുടെ ഇടപെടൽ വള്ളം കരയ്ക്കെത്തിച്ചു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, കാലാവസ്ഥ അത്ര കണ്ട് പ്രതികൂലമാണോ അവിടെ? ബേപ്പൂർ കടൽക്ഷോഭത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ബോട്ടുകൾ ഈ ഹാർബറിന് സമീപം കൂട്ടമായി നങ്കൂരമിട്ടിരുന്നത്. മാറാട് ആനങ്ങാടി സ്വദേശികളുടെ ഉടമസ്ഥയിലുള്ള നഷാത്ത്, സഫീനത്ത്, മബൂറക്ക്, ബാദുഷ, ജിഫ്രിയ, ആലിയാർ തുടങ്ങിയ വള്ളങ്ങളാണ് ശക്തമായ ഒഴുക്കിനെ തുടർന്ന് നങ്കൂരമിളക്കി കടലിലേക്ക് പോയത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ മത്സ്യത്തൊഴിലാളികൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ വള്ളങ്ങളൊക്കെ തന്നെ ഈ പുലിമുട്ടിൽ ഇടിച്ച് വലിയൊരു അപകടം ഉണ്ടായേനെ. പക്ഷെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് തന്നെ ഉടൻ തന്നെ അവരുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് ഈ വള്ളങ്ങളൊക്കെ തന്നെയും കരക്കെത്തിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ്. ശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ മഴയുടെ ഭാഗമായാണ് ഈ വള്ളങ്ങൾ കടലിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ശരി, കോഴിക്കോട് ബേപ്പൂരിൽ നങ്കൂരമിട്ട ഫൈബർ വള്ളങ്ങൾ ഒഴുകിപ്പോയി. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.